ഹോസ്റ്റൽ എന്നൊക്കെ പറഞ്ഞാൽ അതെ ഇതുപോലെ ആയിരിക്കണം. എൻ്റെ ട്രാവലിങ്ങിൽ ഞാൻ നിന്നതിൽ വെച്ചിട്ട് ഇതുവരെയുള്ളതിൽ ബെസ്റ്റ് ഹോസ്റ്റലാണ് ഫോളിംഗ് ലേക്സ് ഹോസ്റ്റൽ. ഇത് ക്രൊയേഷ്യയിലുള്ള കൊരനിച്ച എന്ന് പറഞ്ഞ പ്ലേസിലാണ് ഉള്ളത്. നല്ല ഓർഗനൈസ്ഡ് ആണ്, നല്ല ക്ലീൻ ആണ്, ഒന്നും തന്നെ നെഗറ്റീവായിട്ട് പറയാനില്ല. ഈ കാണുന്ന വീഡിയോ ഞങ്ങൾ എല്ലാവരും കൂടെ ഹോസ്റ്റലിലുള്ള എല്ലാവരും കൂടെ പിസ്സ കഴിക്കാൻ പോയതായിരുന്നു അന്ന് ഈവനിങ്. എനിക്ക് ആകെയുള്ള സങ്കടം ഒരു ദിവസം മാത്രമേ ഞാനിവിടെ ബുക്ക് ചെയ്തുള്ളൂ എന്നുള്ളതാണ്. ഞാൻ വിചാരിച്ചപ്പം ട്രാവലിംഗ് ഡിഫിക്കൽട്ടാണ് പ്ലിറ്റ്വിസിൽ നിന്ന് വന്ന് പോയിട്ടൊക്കെ ഉള്ളത്. സോ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് തിരിച്ചു വരാമെന്നൊക്കെ ആയിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഹോസ്റ്റൽ കണ്ടപ്പോൾ ഒരു ദിവസം കൂടെ നിൽക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഓൾസോ ഐ ഹാവ് ടു സേ ദിസ്, ഞാനിത് ബുക്ക് ചെയ്യണ സമയത്ത് ആകെ ഒരൊറ്റ ബെഡ് സ്പേസ് മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഭാഗ്യം എനിക്കത് ചെയ്യാൻ പറ്റി, കിട്ടി ഹോസ്റ്റൽ സ്റ്റേ. നമുക്കിവിടെ കുക്കും ചെയ്യാം, കിച്ചണൊക്കെ നല്ല നീറ്റാണ്. നമ്മുടെ ഫുഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ നെയിമും ഡേറ്റും, അതായത് വെക്കേറ്റ് ചെയ്യുന്ന ഡേറ്റും മെൻഷൻ ചെയ്തിട്ട് വേണം ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട്. ഓൾസോ എനിക്കിഷ്ടമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാനൊരു സാധനം വാങ്ങിച്ചു, എനിക്കിപ്പോൾ അത് ആവശ്യമില്ലെങ്കിൽ എനിക്കത് കിച്ചണിൽ തന്നെ വെക്കാം. ആൻഡ് വേറെ ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്കത് യൂസ് ചെയ്യാം. സോ ഫുഡ് വേസ്റ്റേജ് ഇല്ല, മറ്റുള്ളവർക്ക് യൂസ്ഫുള്ളും ആവും. അതെനിക്കൊരു നല്ല കാര്യമായിട്ട് തോന്നി. ഇതിപ്പോൾ കാണിക്കുന്നത് ഈ ഹോസ്റ്റലിൻ്റെ ഔട്ട്സൈഡാണ്. ഇതും നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയ ആണ്. ഇപ്പം നമുക്ക് വർക്കൊക്കെ ചെയ്യാനാണെങ്കിലും നല്ല ഒരു ഏരിയ ആണ് ഇവിടെ. എല്ലാ ദിവസവും ഒരു പെർട്ടിക്കുലർ ടൈമിൽ വന്നിട്ട് ക്ലീനിങ് ഉണ്ടാവും. അതും നല്ലതായിട്ട് അവർ ക്ലീൻ ചെയ്യും. ഒന്നും പറയാനില്ല. ഇപ്പോൾ വാഷ്റൂം ആണെങ്കിലും മറ്റുള്ള സ്പേസ് ആണെങ്കിലും ഒക്കെ അവർ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. ഡിഫറെൻറ്റ് നാഷണാലിറ്റീസിലുള്ള ആൾക്കാരെ കാണാൻ പറ്റി. ഫ്രാൻസ് എന്നുള്ളവരുണ്ട്, ഓസ്ട്രേലിയൻസ് ഉണ്ട്, ഇറ്റാലിയൻസ് ഉണ്ടായിരുന്നു, പിന്നെ സ്പെയിൻ ഉണ്ടായിരുന്നു. അങ്ങനെ അതും നല്ലൊരു വൈബായിരുന്നു. എല്ലാവരും നന്നായി സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈവൻ ദോ നമ്മളെല്ലാവരും സ്ട്രേഞ്ചേഴ്സ് ആയിരുന്നെങ്കിലും നമ്മൾ കുറേ ടോപ്പിക് ഉണ്ടായി, കുറേ സംസാരിച്ചു. എനിവേയ്സ്, this was one of my best experiences in this trip. So that's it.